പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഒരുമിച്ച് ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, കാർമൽ ധ്യാന കേന്ദ്രത്തെ ഓർത്ത് ഈ ആലയത്തില് അങ്ങ് കുടുംബങ്ങൾക്ക്, മക്കൾക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യവും കുദാശയുടെ ശക്തമായ കൃപയും കൃപാജീവിതത്തിലേക്കും ദൈവൈക്യ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഉന്നതമായ ശക്തീകരണവും ഈ ആലയത്തില് അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് അവിടുന്ന് നിറച്ചു നൽകുന്നുവല്ലോ. വലിയ വിടുതലിലൂടെ പൈശാചിക സ്വാധീനങ്ങൾ തകർത്തെറിഞ്ഞ് ജീവിതത്തെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന അഭിഷേകത്തിലേക്ക് നയിക്കുവാൻ അങ്ങ് ഇടയാക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ ഉറപ്പിക്കപ്പെട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി അങ്ങയെ തന്നെ സ്വന്തമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതിനായി ഈ ആലയത്തെ ഉയർത്തി കാർമൽ മീഡിയയിലൂടെ, ധ്യാനങ്ങളിലൂടെ, ദിവ്യകാരുണ്യ യാത്രകളിലൂടെ ഒത്തിരിയേറെ ശക്തമായ അഭിഷേകത്തിൽ ഞങ്ങൾ നിറക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. കർത്താവേ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവരുടെ മക്കള്, ഇവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങള്, ഇവരുടെ കുടുംബം, സാമ്പത്തിക മേഖല, ജോലി മേഖല കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കാർമൽ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന വാരാന്ത്യ ധ്യാനത്തിന്റെ മേൽ കരുണ ചൊരിഞ്ഞ് അഭിഷേകത്താൽ നിറച്ച് വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ശക്തീകരിച്ച് വിടുവിച്ച് ശക്തീകരണ വിടുതൽ ധ്യാനത്തിന്റെ ഉന്നതമായ അഭിഷേകത്താല് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിന്റെ അത്ഭുതകരമായ അഭിഷേക ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്കും ഇവിടെ കുടുംബത്തിലേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാത്തിനും വേണ്ട കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. വലിയ പ്രാർത്ഥനയിലും വലിയ ദൈവബന്ധത്തിലും ദൈവകൃപയിലും നമ്മെ കർത്താവ് വളർത്തുന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയും. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് ജീവിതത്തെ കൂടുതൽ ദൈവകൃപയിലും ഉത്തരവാദിത്വങ്ങളിലും വചനത്തിലും ഉദാശയിലും ഉറപ്പിച്ചുകൊണ്ട് കൂടുതൽ ശക്തി പ്രാപിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ കൂട്ടായ്മയാണ് ഈ ഒരു മീഡിയ ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ശുശ്രൂഷയിലേക്കും കൂട്ടായ്മയിലേക്കും നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അനേക മക്കളെ കൂട്ടിച്ചേർക്കാനും പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ പങ്കുവച്ചു കൊടുക്കാനും, അങ്ങനെ അനേകർ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യം, നമ്മുടെ മക്കൾ, നമ്മുടെ ആത്മരക്ഷ, ഒപ്പം കൃപാജീവിതം, ദൈവൈക്യ ജീവിതം, അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ഉന്നതമാക്കപ്പെട്ട അവസ്ഥകൾ, സമൃദ്ധി, ജീവന്റെ എല്ലാം സ്വന്തമാക്കിയെടുക്കാൻ നമുക്കിടയാകട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയൊരു വിഷയം, നമ്മുടെയൊക്കെ തോൽവിയുടെ ഒരു വലിയ മേഖല, മക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയ മാതാപിതാക്കൾ. നമ്മുടെ മക്കൾക്ക് വലിയൊരു സ്ഥാനം കൊടുക്കും. ഇന്ന് ഒത്തിരിയേറെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ വിട്ടുപോകാനോ കുടുംബത്തെ വിട്ടുപോകാനോ യാതൊരു മടിയുമില്ലാത്ത വിധത്തില് നമ്മുടെ മക്കളുടെ മൈൻഡ് സെറ്റപ്പ് മാറി. ഒരപ്പനെ സ്നേഹിക്കുന്ന ഒരു മകൾ, ഒരു അമ്മയെ സ്നേഹിക്കുന്ന മകൾ, ആ ഒരു ഹൃദയ ബന്ധമുണ്ടെങ്കിൽ, ആ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു വലിയൊരു ബന്ധമുണ്ടെങ്കിൽ, എനിക്ക് തോന്നണില്ല അത്ര പെട്ടെന്ന്, ചില കേസ് ഉണ്ട് ഇതെന്ന് ഞാൻ പറയുന്നില്ല, സ്വാഭാവികമായിട്ടും അത്ര പെട്ടെന്ന് അപ്പനെ വിട്ട് അമ്മേനെ വിട്ട്
കുടുംബത്തെ വിട്ട് മക്കൾ പോയില്ല. അപ്പൊ കുടുംബത്തോട് ചേർത്ത് പിടിക്കാൻ, നമ്മുടെ മാതൃത്വത്തോടും പിതൃത്വത്തോടും മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റിപ്പോകുന്ന പരാജയം പല മക്കൾ ഇങ്ങനെ പരാതി പറയാറുണ്ട്. അച്ഛാ, എന്റെ ഡാഡി അയൽപക്കത്തുള്ള പിള്ളേരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, അല്ലെങ്കിൽ ആന്റിമാരെ പിള്ളേര് വന്നാല്, കുടുംബത്തിലെ മറ്റുള്ള ബന്ധുക്കളുടെ മക്കൾ വന്നാൽ അവരോട് വിശേഷം ചോദിക്കും, അവർക്ക് സമ്മാനം മേടിച്ചു കൊടുക്കും, അവരോട് ഭയങ്കര കമ്പനിയാണ്. എന്നാൽ എന്നോട് മാത്രം, അല്ലെങ്കിൽ കുടുംബത്തിൽ ഞങ്ങളോട്, സ്വന്തം മക്കളോട് ഒരു സ്നേഹമില്ല. നല്ലൊരു കൊച്ചു പറയായിരുന്നു, ഹോസ്പിറ്റലിൽ ചെന്നു, ഡാഡി കൂടെ ഉണ്ട്, ഡാഡി ഒരു വാക്ക് പോലെ കൊച്ചിനോട് മിണ്ടണില്ല. എന്നാൽ അടുത്തൊരു കൊച്ചു വന്നിരുന്നപ്പോ ആ കൊച്ചിനോട് വിശേഷം ചോദിക്കുന്നു, എവിടെ പഠിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, പിന്നെ ആവുമായിട്ട് ആ കൊച്ചിന്റെ ഭാവി കാര്യങ്ങള്, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഉപദേശം കൊടുക്കുന്നു. സ്വന്തം മോളുടെ കാര്യം അന്വേഷിക്കാനോ ഉപദേശിക്കാനോ സ്നേഹിക്കാനോ ചേർത്ത് പിടിക്കാനോ ഒന്നും പറ്റാതെ പോകുന്ന അനേക മാതാപിതാക്കൾ മക്കളെ തങ്ങളുടെ ആ ഒരു ഹൃദയ വലയത്തിൽ നിന്ന്, കുടുംബത്തിന്റെ വലയത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളുടെ വലിയ തോൽവിയാണ് മക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയി. അങ്ങനെ ചേർത്ത് പിടിച്ച് വളർത്തിയിരിക്കുന്ന മക്കളാണെങ്കിൽ അപ്പന്റെ കണ്ണീര്, അമ്മയുടെ കണ്ണീര്, മാത്രമല്ല സ്നേഹത്തിന്റെ വലയത്തിൽ ചേർത്ത് പിടിക്കുന്ന മക്കള് വേറൊരു സ്നേഹത്തിന്റെ പിന്നാലെയോ വേറൊരു ലഹരിയുടെ പിന്നാലെയോ പോകത്തില്ല. എന്ന് നമ്മുടെ കാരണന്മാര് സ്വന്തം മക്കളെ സ്നേഹിക്കാൻ അറിയില്ല. എപ്പോഴും ഐറ്റങ്ങൾ കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അവരെ പഴിച്ചുകൊണ്ടിരിക്കും, അവരെ പ്രായിക്കൊണ്ടിരിക്കും, അവരെ ശപിച്ചുകൊണ്ടിരിക്കും. വാ തുറന്ന ഈ മക്കളെ എപ്പോഴും കണ്ടുകൊണ്ടുള്ള കണക്കാരില്ലേ? അവരെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കാൻ തോറ്റുപോയ മാതാപിതാക്കളാണ് ഇന്നും മക്കളുടെ നാശത്തെ ഓർത്ത്, വഴിപിഴച്ച ജീവിതത്തെ ഓർത്ത് വിലപിക്കുന്നവരും കരഞ്ഞ് വിളിക്കുന്നവരൊക്കെ വിൽക്കുവാൻ. ഞാനിത് പരിശോധിച്ചിട്ടാ പറയുന്നത്. പല മക്കളുടെ അനുഭവങ്ങളും പല അവസ്ഥകൾക്ക് പഠിച്ചിട്ടാ പറയുന്നത്. മക്കളെ ചേർത്ത് പിടിക്കുന്നതില് പരാജയപ്പെട്ടു പോയി. നമ്മുടെ കുടുംബം, നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, നമ്മുടെ മക്കള്, ഈ ഒരു കൂട്ടായ്മ, അതാണ് കുടുംബം എന്നൊക്കെ പറയില്ല. കൂടുമ്പോൾ ഇമ്പം. അങ്ങനെയുള്ള കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കാൻ തോന്നുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഒരുമിച്ച് ഭക്ഷണം. പല കുടുംബത്തിലും ഒരുമിച്ച് ഭക്ഷണമില്ല. അപ്പൻ രാജാവ്, അമ്മ പേടിച്ചു പറിച്ച് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു, മക്കള് ഒരു ബന്ധമില്ലാണ്ട് ജീവിക്കുന്നു. അതല്ല കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. അതൊക്കെയാണോ നമ്മുടെ കുടുംബങ്ങൾ? എപ്പോഴും കുറ്റപ്പെടുത്തലും, എപ്പോഴും വഴക്ക് പറച്ചിലും. സ്നേഹിക്കാനോ? ചിലർക്ക് പറയും സ്നേഹം കൊണ്ടല്ല വഴക്ക് വരുന്നത്. സ്നേഹം കൊണ്ട് വഴക്ക് പറഞ്ഞ, പക്ഷെ സ്നേഹിക്കാന് സമയം കൊടുക്കണം. സ്നേഹം പ്രകടിപ്പിക്കുന്ന നമുക്കൊന്നും പ്രകടിപ്പിക്കാൻ അറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോ നമ്മുടെ മക്കള് സ്നേഹം തേടി പോകും. സ്നേഹം എല്ലാവർക്കും വേണം, അംഗീകാരം എല്ലാവർക്കും വേണം, പ്രോത്സാഹനം എല്ലാവർക്കും വേണം. സത്യം പറഞ്ഞാൽ അത് കുടുംബത്തിൽ നിന്ന് കിട്ടണം. സ്നേഹം കുടുംബത്തിൽ നിന്ന് കിട്ടണം, അംഗീകാരം കുടുംബത്തിൽ നിന്ന് കിട്ടണം, എന്താ പറയാ, പ്രോത്സാഹനം കുടുംബത്തിൽ നിന്ന് കിട്ടണം, ഒരു അംഗീകാരം, പരിപാലന, സംരക്ഷണം എല്ലാം കുടുംബത്തിൽ നിന്ന് കിട്ടണം. അത് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ സന്തോഷത്തിന് വേണ്ടി കൂട്ടുകൂടി പോകും, കറങ്ങാൻ പോകും, ഫുഡ് അടിക്കാൻ പോകും, അല്ലെങ്കിൽ തെറ്റായ സ്നേഹബന്ധത്തിൽ ചെന്നുപെടും. അതിന്റെ ഒക്കെ ഒരു കാരണം ഈ കാരണവന്മാരുടെ തോൽവിയാണ്. എന്തിനുള്ള തോൽവി? മക്കളെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് ഈ കുടുംബമാകുന്ന ആ വലയത്തിൽ ഇങ്ങനെ കുടുക്കി, എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ടാട്ടോ, അങ്ങനെ സ്നേഹം കൊണ്ട് കുടുക്കിയിടുന്ന ഒരു ബന്ധം, ഒരു ചേർത്ത് പിടിക്കൽ നഷ്ടപ്പെട്ടു പോയി. നമുക്ക് ആത്മശോധന ചെയ്യാം. കണ്ണുകളടച്ച് ഒന്ന് ഓർത്തുവെക്കുക. നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തോട് നമ്മോട് ചേർത്ത് പിടിക്കുന്നതിൽ എന്തുമാത്രം വിജയിച്ചിട്ടുണ്ട്. നിന്റെ കുടുംബത്തിലെ അവസ്ഥ ഓർത്തുവെക്കുക. നിന്റെ പേരക്കിടാങ്ങളുടെ അവസ്ഥ, നിന്റെ മോനും മരുമോളും മക്കളൊക്കെ എങ്ങനെ മക്കളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഓർത്തു നോക്ക്. നമ്മുടെ കുടുംബത്തില് വേണ്ട സഹായം, സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, കരുതല് ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് കുടുംബത്തിന് കിട്ടിയിട്ടുണ്ടാവും. കർത്താവേ, അങ്ങ് ദാനമായി തന്ന മക്കള്, അവരെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് കുടുംബമാകുന്ന വലയത്തിനുള്ളിൽ കർത്താവെ ഒരുമയോടെ ചേർത്ത് പിടിക്കേണ്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതിൽ തോറ്റുപോയ ഒത്തിരി അവസ്ഥകളുണ്ട് കർത്താവെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ തോറ്റുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, ഞങ്ങളുടെ പൗരോഹിത്യം, അപ്പൻ്റെ അമ്മയുടെ ജീവിതം, ഞങ്ങളോട് ചേർത്ത് പിടിക്കേണ്ട മക്കളെ ഞങ്ങളോട് ചേർത്ത് പിടിക്കാതെ
സഭയോട്, കൂദാശയോട്, കുടുംബ പ്രാർത്ഥനയോട്, മാതൃത്വത്തോട്, പിതൃത്വത്തോട്, കുടുംബ സഹോദരങ്ങളോട് ചേർത്ത് പിടിക്കേണ്ടതിന് പകരം കർത്താവെ എപ്പോഴും കുറ്റപ്പെടുത്തി, ശപിച്ച്, പ്രാഗി, അവരെ കൊണ്ട് വെറുപ്പിച്ച് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ മാപ്പ്. അതിലൂടെ കടന്നു വന്ന മുറിവുകള്, വേദനകള്, വഴിപിഴച്ച ജീവിതങ്ങള്, കൂട്ടുകെട്ടുകള്, അതിലൂടെ കടന്നു വന്ന ദുശീലങ്ങള്, ലഹരി, ഭക്ഷണാസക്തി, ഒത്തിരിയേറെ ജഡിക സുഖങ്ങള്, കർത്താവ് ഞങ്ങളുടെ മക്കളൊക്കെ നശിച്ചു പോകാൻ ഒരു വലിയൊരു കാരണമാണ് ഞങ്ങളുടെ ഈ തോൽവി. ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കും. നല്ല തമ്പുരാനെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിലും സഹോദര്യത്തിലും ഐക്യത്തിലും ക്ഷമയിലും സഹനത്തിലും അംഗീകാരത്തിലും വലിയ പ്രോത്സാഹനത്തിലും കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരുമിപ്പിക്കണമേ, വീണ്ടും പുനഃസ്ഥാപിക്കണമേ, വീണ്ടും കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും വേണ്ട വലിയ കൃപ മാതാവിന്റെ മധ്യസ്ഥത്തിലും യോസേപ്പിതാവിന്റെ മധ്യസ്ഥത്തിലും വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരുടെയും ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥത്തില് ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഈ മക്കളിൽ നിറയപ്പെടുമാറാകട്ടെ. ഒന്നുപോയി വീഴ്ചകളെടുത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് മാറ്റം വരുത്തേണ്ട മേഖലകൾ മാറ്റം വരുത്തി മക്കളെ ചേർത്ത് പിടിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ. കുടുംബത്തെ ചേർത്ത് പിടിക്കാനുള്ള കൃപയും അഭിഷേകവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും ക്ഷമയും സഹനശക്തിയും നമുക്ക് വേണം. അതിനുവേണ്ടിയൊക്കെ നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരണം കൊന്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ കുടുംബമാകുന്ന വലയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ വിട്ടുപോകാതെ ഉറപ്പിച്ചിടാൻ പറ്റാതെ പോയതിനെ ഓർത്തൊക്കെ മാപ്പ് ചോദിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ